എനിക്ക് കിട്ടിയ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ റിജക്റ്റ് ആയി പോയി ബിക്കോസ് റീ അപ്ലൈ കൊടുക്കാം. ആ ടൈപ്പ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഈ റീയൂസ്ഡ് കണ്ടന്റിൽ പെടും. മോണിറ്റൈസ്ഡ് ആയ ചാനൽ ഡിസേബിൾ ആവാം, ഈസി ആയിട്ട് മോണിറ്റൈസ് ആയി കിട്ടും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ അല്ല, അതന്നെ ആദ്യം പറയാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി അല്ലെങ്കിൽ യൂട്യൂബ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ എന്തൊക്കെ ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഐ വാസ് വെരി ന്യൂ ടു യൂട്യൂബ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അധികം പണികളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണികൾ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളരെ ഈസി ആയിട്ട് മോണിറ്റൈസ് ആയി കിട്ടും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പോകെ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എടുക്കുന്നൊരു വീഡിയോ ആണ്. അധികം പ്രിപ്പറേഷനൊന്നും ഇല്ല, എനിക്ക് പെട്ടെന്ന് ഇത് എടുക്കണം എന്ന് തോന്നി, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഭയങ്കര പ്രസൻറ്റബിൾ ഒന്നും അല്ല, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷം മുന്നാലെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും വാച്ച് അവേഴ്സിനെ പറ്റിയിട്ടൊക്കെ ധാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം. അത് രണ്ട് ഘട്ടത്തിലാണുള്ളത്. ആദ്യത്തെ കുറച്ച് സംഭവം നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മില്യൺ ഷോർട്സിൽ വ്യൂസ് വേണം, ഓർ ഇറ്റ് ക്യാൻ ബി 1000 വാച്ച് അവേഴ്സ്, അങ്ങനെ എന്തോ ആണ് വേണ്ടത്. എനിക്കാണെങ്കിൽ ഞാൻ ഇനീഷ്യലി ചെയ്ത കുറച്ച് വീഡിയോസിൽ, ഇനീഷ്യലി അല്ല, ഒരു 4 months മുന്നാലെ ചെയ്ത കുറച്ച് വീഡിയോസ് അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് 3 മില്യൺ വ്യൂസ് അടിച്ചു. അപ്പം ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. ഇത് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിന് പൈസ കിട്ടത്തില്ല, ബട്ട് യു ക്യാൻ ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ. ആൻഡ് ഓൾസോ ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ സൈഡിൽ, അതായത് അത് ക്ലിക്ക് ചെയ്യുക, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതൊക്കെ നമുക്ക് സൈഡിൽ വരും. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഈ 1000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ ആദ്യം അത് അൺലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് അപ്ലൈ കൊടുത്തതിന് ശേഷം അവർ വെരിഫൈ ചെയ്യാൻ 1 ദിവസം 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പം മെസ്സേജ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു മെസ്സേജ് വന്നു, ടെല്ലിങ് ദാറ്റ് നിങ്ങളുടെ ചാനൽ റിജക്റ്റ് ആയി പോയി ബിക്കോസ് ഓഫ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താ ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിച്ചു, എനിക്കങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ഒന്നും വന്നില്ലല്ലോ എന്ന്. പിന്നെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ സൈഡിൽ കൊടുക്കാം ഈ ടൈപ്പ് ഓഫ് വീഡിയോസ്, അതായത് നമ്മുടെ സെലിബ്രിറ്റീസ് ഒരുപാട് ഫുഡിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോ, അപ്പോൾ താഴത്തെ ആ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നു, ആ ടൈപ്പ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഈ റീയൂസ്ഡ് കണ്ടന്റിൽ പെടും. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഒരുപാടൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് താഴത്ത് നമ്മളൊരു ആ വീഡിയോ, നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ വോയിസ് ആഡ് ചെയ്യുന്നില്ല. വോയിസൊക്കെ അവർ പറയുന്ന വോയിസ് തന്നെയാണുള്ളത്. അപ്പോൾ അതിനൊക്കെയാണ് എനിക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് അടിച്ചു കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്കിത് മനസ്സിലായില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം റിജക്റ്റ് കിട്ടിയപ്പോൾ അവരതിനകത്ത് 1 മാസം കഴിഞ്ഞ് റീ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അപ്പീൽ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പീൽ പോയില്ല. ഞാൻ വിചാരിച്ചു അപ്പീൽ പോകാൻ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോസൊക്കെ വീണ്ടും എടുത്ത് അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറേ കുലുമാലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊന്നും നിന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും 1 മാസം വെയിറ്റ് ചെയ്തു. വേറൊന്നും അവരെന്നത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചാനലിൽ ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലൈ കൊടുക്കാമെന്ന്. പക്ഷെ ഞാൻ ചേഞ്ചസും ചെയ്തില്ല. ഐ തോട്ട് ഓക്കെ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും, ഒന്നും കൂടി റീ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി റീ അപ്ലൈ ചെയ്തു. അതെൻ്റെ പൊട്ടത്തരം ഒന്നാണ്. കാരണം റീ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അതായത് ഞാൻ എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ് ഇതുപോലെ ചെയ്യുന്നുണ്ട് തോന്നുവാണെങ്കിൽ അതൊക്കെ മെല്ലെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും നിങ്ങൾ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ എൻ്റെ സൈഡ് മൊത്തം കറക്റ്റാണ്, യൂട്യൂബിനാണ് തെറ്റുപറ്റിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ വഴി പോകാം. ബട്ട് അപ്പീൽ വഴി ഞാൻ പോയിട്ടില്ല. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ എന്തൊരു സെൽഫി മാതിരി ഒരു വീഡിയോ എടുത്ത് നമ്മൾ പറയണം എന്തൊക്കെയാണ്, അങ്ങനെ എന്തോ കുറച്ച് സംഭവങ്ങളുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, കാരണം ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഇതാണ് ഏതായാലും 2 സംഭവം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലൈ കൊടുത്തു വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ചസ്. വീണ്ടും അവർ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും എനിക്ക് അതിൻ്റെ റിപ്ലൈ വന്നപ്പോൾ അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് വീണ്ടും ഇതായതുകൊണ്ട് നിങ്ങളുടെ ചാനൽ റിജക്റ്റ് ആയിരിക്കുകയാണ്. ബട്ട് ഈ സമയത്തൊക്കെ നമുക്ക് സൈഡിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇടാൻ പറ്റും കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്റ്റിൽ യു ക്യാൻ ഇൻക്രീസ് യുവർ വാച്ച് അവേഴ്സ്, ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും റീയൂസ്ഡ് കണ്ടന്റ് കാരണം എൻ്റെ ചാനൽ റിജക്റ്റ് ആയ 2ാമത്തെ പ്രാവശ്യം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം ഗ്യാപ്പ് കഴിഞ്ഞാലേ വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2ാമത്തെ പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് ഇങ്ങനെ ഒന്നും ആണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ലായിരുന്നില്ല.
ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഇടുന്ന വീഡിയോസാണ് ഞാൻ, അതായത് അങ്ങനത്തെ ടൈപ്പ് ഈ സെലിബ്രിറ്റി കൈൻഡ് ഓഫ് വീഡിയോസ് ഞാനൊരു 30 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 30 വീഡിയോസൊക്കെ ചേർത്തിട്ടാണ് എനിക്ക് 3 മില്യൺ ഷോർട്സ് വ്യൂസ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കിയത്. പക്ഷേ അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, കോപ്പിറൈറ്റ് അല്ല റീയൂസ്ഡ് കണ്ടന്റിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് എല്ലാം മെല്ലെ മെല്ലെ ഡിലീറ്റ് ആക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തില്ല. ഒരു 30 വീഡിയോ സംതിങ് ഉണ്ടായിരുന്നു, ബട്ട് ഒറ്റയടിക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഞാൻ മെല്ലെ മെല്ലെ ഓരോ പുതിയ ഷോർട്സ്, ഫ്രഷ് ആയിട്ടുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 1-2 എണ്ണം അങ്ങനെ വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു 4-5 എണ്ണം ഇത്രയും ഞാൻ ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബ് നമ്മുടെ വ്യൂസ്, നമ്മളിപ്പോൾ ഇടുന്ന വ്യൂസിന് ചിലപ്പോൾ കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് ഞാൻ അവിടെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. അപ്പോഴേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്സിന് വ്യൂസ് കുറഞ്ഞു. കാരണം ഈ ഒരു മാസത്തിലാണ് ഈ 3 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസ് വേണ്ടത്. അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇപ്പം ഇതെല്ലാം ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു 3 മില്യൺ പോയി. ബാക്കിയുള്ള എൻ്റെ കുഞ്ഞു ഷോർട്സിനൊന്നും ഒരു വ്യൂസും അത്രയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് 3 മില്യൺ ഷോർട്സിൽ അടിക്കണം, അല്ലെങ്കിൽ 1000 വാച്ച് അവേഴ്സ് കിട്ടണം. അപ്പം ഞാനങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ലോങ് വീഡിയോയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. ലോങ് വീഡിയോസിൽ എനിക്ക് 1000 വാച്ച് അവേഴ്സ് കിട്ടി. അത് അപ്ലൈ ചെയ്തപ്പോൾ അത് അവർ ഓക്കെ പറഞ്ഞു, ആൻഡ് ഐ ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ. എന്നിട്ട് അവർ അതിനകത്ത് മെയിലൊക്കെ നമുക്ക് അയച്ചു തരുന്നിട്ട് യു ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് കുറച്ച് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എനേബിൾ ചെയ്ത് എടുക്കാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പണി എന്ന് പറയുന്നത്. എഗെയിൻ നമുക്ക് നെക്സ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ മോണിറ്റൈസേഷനാണ്. അത് കിട്ടണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് 4000 വാച്ച് അവേഴ്സ് ആൻഡ് ഓർ 10 മില്യൺ യൂട്യൂബ് ഷോർട്സ് ഇൻ ലാസ്റ്റ് 3 months അങ്ങനെ എന്തോ ആണ്. എഗെയിൻ ഞാൻ പറയുക, ഇതിനകത്ത് നിങ്ങൾ ലോങ് വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിരിക്കും പറയുക. കാരണം ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് ക്ലിക്കാവും, പക്ഷേ എല്ലാവരുടെയും ഒന്നും അങ്ങനെ ക്ലിക്കായി കണ്ടിട്ട് ഇല്ല ഞാൻ. നമുക്ക് ഷോർട്ട് വ്യൂസിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. എനിക്ക് മാക്സിമം, എനിക്കിപ്പോൾ 16K സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു 16Kയിൽ എനിക്ക് മാക്സിമം, അതായത് ഒരു 15K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സെലിബ്രിറ്റി കൈൻഡ് ഈ ഒരു ഫുഡ് വീഡിയോസ് ഇട്ടുന്നതാണ്. ഷോർട്സിൽ ഇട്ടത് കൊണ്ടാണ് എനിക്ക് ആ 15K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോയിൽ ഉപയോഗം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ ഉപയോഗം ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഇത് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്ന നോക്കുവാണെങ്കിലും ലോങ് വീഡിയോസിലാണ് കുറച്ചും കൂടി പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ സൈഡിലും കൂടി ഒന്ന് റിസർച്ച് ചെയ്യൂ. ബട്ട് ഐ ഫീൽ നിങ്ങൾ ലോങ് വീഡിയോസ് വെച്ച് മോണിറ്റൈസ് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, സ്പെഷ്യലി ബിഗിനേഴ്സ്. കാരണം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി വെച്ചിട്ട് ഐ ഫീൽ ലോങ് വീഡിയോസ് ആണ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ആൻഡ് ദെൻ സ്ലോലി സൈഡ് ബൈ സൈഡ് നിങ്ങൾക്ക് ഷോർട്സും ചെയ്യാം, പക്ഷേ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോസിലായിരിക്കണം. പിന്നെ രണ്ടാമത്തെ പണി കിട്ടിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഏണിൻ്റെ സെക്ഷനിൽ നോർമലി വാച്ച് അവേഴ്സ് ഒക്കെ കാണിക്കത്തില്ലേ, എത്രയാണ് ബ്ലൂ, ഇപ്പോൾ 3000 ആണെങ്കിൽ 3000, അല്ലെങ്കിൽ ഇത്രയും മില്യൺ വ്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാഫിൽ കാണിക്കാൻ പറ്റും. ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജ് ഭയങ്കര എംപ്റ്റി ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ല നമുക്കിപ്പോൾ എത്ര വാച്ച് അവേഴ്സ് ആയി, നമുക്കിപ്പോൾ എത്ര ടോട്ടൽ വ്യൂസ് കിട്ടിയെന്നൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല. ഞാൻ വേറെ കുറേ രീതിയിൽ ആപ്പ് വഴി പോയി നോക്കി, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കി, ഡെസ്ക്ടോപ്പ് വേർഷനിൽ പോയി നോക്കി, എല്ലാ വേർഷനിലും പോയി നോക്കി, പക്ഷേ എനിക്കത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ഊഹം വെച്ചിട്ടാണ് ഇപ്പോൾ എനിക്കിപ്പോൾ എത്ര വാച്ച് അവേഴ്സ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ മെഷർ ചെയ്യുന്നുണ്ടായിരുന്നു. സെപ്പറേറ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ എത്ര വാച്ച് അവേഴ്സ് കിട്ടിയെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ടോട്ടലി എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല, ആ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്, അതായത് നമ്മുടെ മോണിറ്റൈസ് ആവുന്നതിൻ്റെ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഐ ഹോപ്പ്ഫുള്ളി തിങ്ക് ഈ ഒരു നെക്സ്റ്റ് മന്ത് കൂടെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിന് ശേഷം ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. ഐ വിഷ് ഐ കുഡ് ബി മോർ കൺസിസ്റ്റൻറ്റ് വിത്ത് വീഡിയോസ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. ഇങ്ങനത്തെ ഈ ഒരു സെലിബ്രിറ്റി കൈൻഡ് ഓഫ് വീഡിയോസ് വെച്ചിട്ട് ഇടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ ഈവൻ മോണിറ്റൈസ്, ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളുടെ ചാനൽ ഈവൻ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ പോലും അതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് കാരണം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയ ചാനൽ ഡിസേബിൾ ആവാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മിസ് ചെയ്ത് ചില ആൾക്കാർ വിചാരിക്കും
മോണിറ്റൈസേഷൻ ആയ ചാനലല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് റീയൂസ്ഡ് കണ്ടന്റ് ഇട്ടാലും കുഴപ്പമില്ല, നമുക്ക് അതുവഴി പൈസ കിട്ടും, അല്ലെങ്കിൽ റവന്യൂ ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നു പറഞ്ഞിരിക്കേണ്ട. കാരണം നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയ ചാനൽ പോലും ഡിസേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടാം, പക്ഷേ അതുവഴി നിങ്ങൾക്ക് റവന്യൂ കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഈ തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളരെ ഈസി ആയിട്ട് മോണിറ്റൈസ് ആവും. കോപ്പിറൈറ്റ് മ്യൂസിക്കിൻ്റെ കാര്യം ഒന്ന് എനിക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞുകൂടാ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുക. സെക്കൻഡ് തിങ്, മറ്റുള്ള ആൾക്കാരുടെ കണ്ടന്റ് എടുത്ത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇടാതിരിക്കുക. അതിന് മെയിൻ കോപ്പിറൈറ്റ് ഇഷ്യൂസ് അവർക്ക് കൊടുക്കാം, സ്ട്രൈക്ക് കൊടുക്കാം. പിന്നെ മൂന്നാമത്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇടുവാണെങ്കിലും നിങ്ങളുടെ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൊണ്ടുവരാൻ നോക്കുക. സോ ദാറ്റ് യൂട്യൂബ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അതൊരു ഡൗൺലോഡഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത വീഡിയോ ആണെന്ന് യൂട്യൂബിന് അറിയാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്തിയിട്ട് വേണം ആ ഒരു വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇതിനെപ്പറ്റി എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ താഴത്ത് പറഞ്ഞു തരാം. കാരണം ഞാനും ന്യൂ ആണ്, സോ ഐ എം ഓൾസോ ലേണിംഗ് മെനി തിങ്സ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ താഴത്തൊന്നൊന്ന് കമൻറ്റ് ചെയ്യൂ, എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓർമ്മ വന്നത് അപ്പോൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെ. I'll see you with a more exciting and informative video next time. Until then, bye bye.